അപ്പോൾ ആ കൊട്ടാരത്തിൽ നീ കയറിയാൽ ഒരു വിളിച്ചു പറയും, ഇനി ജീവിച്ചോളൂ, പിന്നെ ഒരു കാലത്തും നിങ്ങൾ മരിക്കുകയില്ല. ഇതെല്ലാം ആസ്വദിച്ചോളൂ, ഒരു കാലത്തും നിങ്ങൾക്കത് മുറിഞ്ഞു പോവുകയില്ല. ആരോഗ്യത്തിന്റെ കാത്തറായിക്കോളും, ഒരു കാലത്തും നിങ്ങൾക്ക് രോഗം വരികയില്ല. ഈ കൊട്ടാരത്തിൽ കയറി നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ വിളിയാളം കേൾക്കും. എന്താ വിളിയാളം? ഇനി ജീവിച്ചോളൂ, ഇനി മരിക്കൂല, ഇനി ആസ്വദിച്ചോളൂ, നഷ്ടപ്പെടൂല, ഇനി ആരോഗ്യത്തോടെ വസിച്ചോളൂ, രോഗം വരൂല. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. فمحمدنا هو سيدنا فالعز لنا لإجابته الله والله 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 ما منها طريقة تشاكل صاحبتها. അതിൽ ഒരു പാളി പോലും മറ്റൊന്നിനോട് സദൃശമല്ല. അതായത് വൈവിധ്യം. ഒരു പലക പോലെയല്ല മറ്റേ പലക, അട്ടിയട്ടിയായ പലകകൾ. എന്തിന്റെ പലക? മരതകത്തിന്റെയും രത്നത്തിന്റെയും ഒക്കെ പലകകളാണ്. ഒന്നും പരസ്പര സദൃശമല്ല. تجري من تحتهم أنهار مطردة أنهار من ماء غير آسن صاف ليس فيه كدر وأنهار من عسل مصفى لم يخرج من بطون أهله وأنهار من خمر لذة للشاربين. അതിന്റെ ആ കൊട്ടാരത്തിൽ അവൻ കയറുമ്പോൾ അതിന്റെ താഴ്ഭാഗത്തോടെ അങ്ങനെ പുഴകൾ ഒലിക്കുന്നുണ്ടാവും. അൻഹാറുൻ തജ്രി. ആ കൊട്ടാരത്തിൽ അവൻ എത്തി. ഇതവന്റെ ഒരു കൊട്ടാരാണ്. ഇത്രയുണ്ട് നീളം വലുപ്പൊക്കെ, ഇന്നല്ലെങ്കിൽ നാളെ പറയും. ആ കൊട്ടാരം എന്നാൽ കൊട്ടാരമൊക്കെ വേണ്ട, ഇവിടെ വെള്ളം കിട്ടൂല. അവസ്ഥ മനസ്സിലായില്ലേ? ഇവിടെ കൊട്ടാരൊക്കെ നല്ല, ഇവിടെ കൊട്ടാരം വെച്ചാൽ നല്ല വിശാൽ കാറ്റ് കിട്ടും, നല്ല ഉയർന്നു വെച്ച്. പക്ഷെ എന്തില്ല, ബോറടിച്ചാലും വെള്ളം കിട്ടൂല. മുനിസിപ്പാലിറ്റിന്റെ വണ്ടി വരണം എല്ലാ ദിവസവും. അവസ്ഥ എന്താ? ഇയാൾ ആ കൊട്ടാരത്തിൽ കയറി കഴിഞ്ഞാൽ അവിടെ അയാൾക്ക് എല്ലാം 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 ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. ആ കൊട്ടാരത്തിന്റെ താഴ്ഭാഗത്തൂടെ ഒലിക്കുന്നുണ്ടാകും. നിറഞ്ഞൊഴുകുന്ന മനോഹരമായ പുഴകൾ. അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ. ഒരു കാലത്തും പകർച്ച വ്യത്യാസമില്ലാത്ത പുഴ, വെള്ളത്തിന്റെ പുഴ. സാഫിൻ, ശുദ്ധമായ. ലൈസ ഫീഹി ഖദറുൻ, ഒരു കലർപ്പില്ലാത്ത ശുദ്ധമായ വെള്ളം, വെള്ളി പോലെയുള്ള വെള്ളം. ഒരു ഭാഗത്ത് നോക്കിയാൽ നല്ല വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതങ്ങനെ. എന്താ അതിന്റെ രസം? നിങ്ങൾ ചിന്തിച്ചൊക്കെ എന്താ അതിന്റെ രസം? മനസ്സിലായില്ലേ? ഉദ്ഘാടന പരിപാടി, ഉദ്ഘാടന. ആരെ ഉദ്ഘാടനം? എന്നെ ഉദ്ഘാടകൻ. നീ തന്നെയാ നിന്റെ കൊട്ടാരത്തിന്റെ ഉദ്ഘാടകൻ. നിന്റെ ആ കൊട്ടാരത്തിൽ വേറൊരാൾ പാർത്തിട്ടില്ല. ഇതുവരെ ആ കൊട്ടാരത്തിൽ ആൾ പാർത്തിട്ടില്ല. അവിടെ ഹൂറുകളില്ലേ, അവർ പുറത്ത് ഹൈമയിലാ. നിങ്ങൾ എഴുതിയില്ല. മനസ്സിലായി പറഞ്ഞത്? ആ കൊട്ടാരത്തിന്റെ താഴ്ഭാഗത്ത് പുഴകൾ, ഇങ്ങനെ അതിമനോഹരമായ പുഴകൾ. പിന്നെയോ ശുദ്ധമായ തേനിന്റെ പുഴകളും. തേനീച്ചയുടെ വയറ്റിൽ നിന്ന് പുറപ്പെട്ടതല്ല. അപ്പോൾ അതിന്റെ ഒരു ദുർബലതയും ഇതിനില്ല. ഒട്ടൂല, പിടിക്കൂല, കൈ തൊട്ടാ കഴുകേണ്ടി വരില്ല. മനസ്സിലായോ? അതിന് പശല്ല. തൊട്ടാൽ തേന് നല്ലതാ, പക്ഷെ കൈ തൊട്ടാൽ കഴുകണ്ട, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. കൈനെ അത് മലിനപ്പെടുത്തുകയില്ല, ചുണ്ടിനെ മലിനപ്പെടുത്തുകയില്ല. ഇങ്ങനെ ഒഴുകണ്ട. ഒരു ഭാഗത്ത് ശുദ്ധമായ വെള്ളി പോലെയുള്ള വെള്ളം, ഒരു ഭാഗത്ത് ശുദ്ധമായ തേനിന്റെ പുഴ. മുത്തുനബി പറയാൻ, മുഹമ്മദ് മുസ്തഫ, ഈ ലോകാകെ പഠിച്ച 1% റഹ്മത്തുണ്ടാ. അപ്പോൾ ബാക്കി 99% റഹ്മത്ത് നമുക്ക് തരാനല്ലേ? ഖലീലുൻ മിൻ ഇബാദിയ ശക്കൂർ. പറഞ്ഞ ആളുകളെ എനിക്ക് നന്ദി ചെയ്യുന്നുള്ളൂ. ആ ഖലീലിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. പിന്നെന്താ പ്രശ്നം? ഭൂരിപക്ഷം ആളുകൾക്കും അത് എത്തിച്ചേരാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവർ സുഹൃത്തുക്കളാവില്ല, നന്മയില്ല, പഠിച്ചോനറിയില്ല, നന്ദി കാണിക്കൂല, നന്ദി കെട്ടവരായിരിക്കും.
നന്ദി കെട്ടവർ ചെയ്യുന്ന സ്ഥലം എത്തിച്ചേരുന്ന സ്ഥലമല്ല സ്വർഗം. നന്ദിയുള്ളവർ എത്തിച്ചേരുന്ന നന്ദി ഖലീലുൻ മിൻ ഇബാദിയ ശക്കൂർ. എൻ്റെ അടിമകൾ നന്ദിയുള്ളവർ വളരെ കുറവാണ്, വളരെ കുറവ്. അവരിൽ എത്തുള്ളൂ. 99% ഈ ലോകം ആകെ ഉണ്ടാക്കിയത് 1% റഹ്മത്തുണ്ടാകും. അപ്പോൾ 99% സ്വർഗത്തിലാണ്. അപ്പോൾ ഒരാൾക്ക് എത്ര ഉണ്ടാവും? എന്തിനാ പ്രശ്നം? മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾക്ക് എത്ര ഉണ്ടാവുക? എന്റെ ദാസന്മാരിൽ നന്ദി ചെയ്യുന്നവർ ഏറെ കുറവാണ്, ഏറെ കുറവാണ്. അവസ്ഥ എന്താ? ചിന്തിക്ക. മദ്യത്തിന്റെ പുഴകളും കുടിക്കുന്നവർക്ക് രസദായകമായ. ഹബീബായ നബി പറഞ്ഞു, ദുനിയാവിലെ കള്ള് കുടിക്കരുത്, ആഖിറത്തിലെ കള്ള് കുടിക്കാൻ കഴിയൂല കേട്ടോ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് കള്ളിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മദ്യത്തിനെ തൊട്ട് അല്ലാഹു നമ്മളെ. അത് മനുഷ്യന്മാർ പിഴിഞ്ഞുണ്ടാക്കിയതല്ല ഈ മദ്യം. പാലിന്റെ പുഴകളും ആടുമാടൊട്ടകത്തിന്റെ വയറ്റിൽ നിന്ന് പുറപ്പെട്ടതല്ല, ഉള്ളിൽ നിന്ന് പുറപ്പെട്ടതല്ല. അതൊന്നുമല്ല ഇത് എന്ന്. പരിസരത്ത് മനോഹരമായി ഞാൻ കിടക്കുന്ന പഴക്കുലകൾ ഉണ്ടാകും. അവരിങ്ങനെ കണ്ടാൽ വല്ലാത്ത പഴവർഗ്ഗങ്ങൾ, തോട്ടങ്ങൾ നിറഞ്ഞിങ്ങനെ തോട്ടം, അങ്ങനെ തോട്ടം എല്ലാ തോട്ടത്തിലുണ്ട്. എന്താ ഇല്ലാത്ത ഒരു ലോകാണത്. അല്ലോ വജനൽ വജനൽ ജന്നതൈനി ദാൻ ഫബിഅയി ആലാഇ ഇവന്റെ മുന്നിലുണ്ടാവും ഖദമുൻ വേലക്കാർ, കല്ലുലുഇ രത്നം പോലെ സൗന്ദര്യമുള്ള, രത്നം പോലെ സൗന്ദര്യമുള്ള സെർവൻസ് മുന്നിലുണ്ട്. അറിയാ എന്ന് അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു അതൊക്കെ കാണാൻ അനുഭവിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ചിന്തിക്ക എന്ന് അലി ഇബ്നു ജഅദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ബഹുമാനപ്പെട്ട മഹാനായ ഹാഫിദ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് തന്റെ ആദിൽ അർവാഹിൽ ഉദ്ധരിക്കുകയാണ്, വാതിൽക്കലെത്തിയാൽ മലക്കുകൾ ഇവരോട് പറയും, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. ഏത് വാതിൽ? ഇത് വേറെ റിവായത്താണ്. സ്വർഗത്തിന്റെ വാതിൽക്കൽ, വീണ്ടും വാതിൽക്കലേക്ക് മടങ്ങി. ഇത് വേറെ റിവായത്താണ്. മനസ്സിലായില്ലേ? ഇതൊന്നും കൂടി വിശദീകരിച്ച് വേറെ റിവായത്താ. പല റിവായത്തും ഞാൻ കാണിച്ചു തരാം. ഒന്നൊന്ന് മെച്ചപ്പെട്ട കാര്യങ്ങളിലൊക്കെ പറയുന്നു. സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ച് മലക്കൾ ഇവരെ അഭിമുഖീകരിക്കും. എന്ത് പറയും? സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. ഏതാ സൂറത്ത്? സുമർ. അവര് വാതിലാണ് കിടക്കുമ്പോഴത്തിന് കുട്ടികൾ പാഞ്ഞു വരും. യതൂഫൂൻ, പാഞ്ഞു വരും. كما يطوف بلدان أهل الدنيا بالحميم يقدم من غيبته. വീട്ടിൽ പോയ വാപ്പയോ കാക്കയോ ആരെങ്കിലും തിരിച്ചു വരുമ്പോൾ കുട്ടികൾ ചുറ്റി ഇങ്ങനെ നിൽക്കുന്നത് പോലെ. മനസ്സിലായില്ലേ? വാപ്പ ഗൾഫ് പോയി തിരിച്ചു വന്നാൽ കുട്ടികൾ പൊരി പോയി കിടന്നുറങ്ങും. അന്ന് വാപ്പാനെ ചുറ്റിരിക്കും, ഇങ്ങനെ ചുറ്റിയിരിക്കും. ഒന്ന് ഉറങ്ങടാ കുഞ്ഞുമാനെ എന്ന് ഉമ്മ പറഞ്ഞാലും കുട്ടി ഉറങ്ങാൻ പോകില്ല. മനസ്സിലായില്ലേ? കുട്ടി ഇങ്ങനെ ചുറ്റും വാപ്പനെ. മനസ്സിലായില്ലേ? ഇക്കാക്ക ഗൾഫിൽ നിന്ന് വന്നു, അനുജൻ ഇങ്ങനെ കാക്കാനെ ചുറ്റി അങ്ങനെ നടക്കും. കുറെ കാലം നാട്ടിലില്ലാതെ തിരിച്ചു വന്നതല്ലേ. അപ്പോഴോ കുട്ടികളെ അവരെ ചുറ്റുന്നത് നിങ്ങൾ കാണാറില്ലേ? അപ്രകാരം സ്വർഗത്തിലെ മക്കൾ എന്ത് ചെയ്യും? സ്വർഗവാസി കയറി കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ ചുറ്റും, ഇങ്ങനെ ചുറ്റും. ശാശ്വത ബാലികാബാലന്മാർ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചുറ്റും. കുട്ടികൾ ഇങ്ങനെ ചുറ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച ചുറ്റലല്ല, ചിരിക്കും. കുട്ടികളെ ചുറ്റലിന് എന്ത് രസം! എന്താ അവര് ഭയങ്കര ഭംഗിയിൽ ചിരിക്കും. മനസ്സിലായില്ലേ? കുട്ടികൾക്ക് വല്ലാത്ത സന്തോഷല്ലേ. ഇക്കാക്ക ഗൾഫിൽ നിന്ന് വന്നു, വാപ്പ ഗൾഫിൽ നിന്ന് വന്നു, ഇങ്ങനെ ചുറ്റും ചിരിക്കും, കളിക്കും, ഇതൊക്കെ ചെയ്യാ എന്ന്.
എന്നിട്ട് ഫയഖൂലൂന, ആ കുട്ടികൾ പറയും, അബ്ശിർ, സന്തോഷഭരിതനായിക്കോ, ബിമാ അദ്ദല്ലാഹു ലക മിനൽ കറാമാ, എന്തൊക്കെ മഹത്വപ്പെട്ട കാര്യങ്ങളാണ് അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. സന്തോഷിച്ചോ, അല്ലാഹു എന്തൊക്കെ നിനക്ക് ഒരുക്കി വെച്ചത്, സന്തോഷിച്ചോ എന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടികളിൽ നിന്ന് ഒരു കുട്ടി ഓടും, ഏതെങ്കിലും ആ ഒരു ഹൂറുലിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. എന്നിട്ട് കുട്ടി പറയും, ആ കുട്ടി അവിടെ പോയി പറയും, നിങ്ങളെ ദുനിയാവിൽ വിളിക്കുന്ന ഏറ്റവും നല്ല പേര് വിളിച്ചു പറയും. മനസ്സിലായില്ലേ? എന്നെന്താ പേര് വിളിക്കാം? ഷാഫി, എന്നെന്ത് വിളിക്കാം? ഞാനെന്ത് വിളിക്കാം? ഷഫീഖ്, ഞാനെന്ത് വിളിക്കാം? പേരെന്താ? പെരിൽ അതന്നെ നിൽക്കുന്നത്, പൊരിൽ അതന്നെ വിളിക്കാം, പൊരിൽ അതന്നെയാണോ വിളിക്കാം? നിന്റെ പേരെന്താണ്? സിംസാർ. ശരി, പൊരയിൽ വിളിക്കുന്ന പേരെന്താ? കുഞ്ഞുമോൻ. അതാ ചോദിച്ചേ, അതാ ചോദിച്ചേ. ഇതാ. അപ്പോൾ എന്റെയും ഈ ഉരുളിനോട് പോയിട്ട് ഈ കുട്ടി പറയും, കുഞ്ഞുമോനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉരുളി ചോദിക്കും, ഇയാളെ കണ്ട? കണ്ടു. ഓ, അബിയാസരി എന്റെ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ വല്ലാത്തൊരു ആനന്ദം അങ്ങോട്ട് വിരിയും. ആരെ? ഈ ഹൂറിലിന്റെ മുഖത്ത്. അവളുടെ ഖൈമയുടെ നേരെ വാതിൽപ്പടിയിലേക്ക് പാഞ്ഞു വരും. ഇവനാകട്ടെ കൊട്ടാരത്തിലെത്തിയാൽ അവന്റെ ആ കൊട്ടാരം ഒന്ന് നോക്കും. പച്ചയുടെയും ചുവപ്പിന്റെയും മഞ്ഞയുടെയും എല്ലാം വേറെ വേറെ മനോഹരമായ പാളികൾ കൊണ്ട്, നല്ല നല്ല നീണ്ട പലകകൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, രത്നത്തിന്റെ. അങ്ങനെ നോക്കും. അങ്ങനെ നോക്കിയാൽ അല്ല നോട്ടം എവിടെത്തും? മച്ചിലെത്തും, മാളികയിലെത്തും. അപ്പോൾ ഇടിമിന്ന് പോലെയുണ്ട് മുകൾ ഭാഗം. ആ ജാതി പ്രകാശം, ഇടിമിന്നിന്റെ പ്രകാശം പോലെയുണ്ട് കൊട്ടാരത്തിന്റെ മുകൾ ഭാഗത്തിന്. എന്താർത്ഥം? ഇടിമിന്ന് പോലെയുണ്ട് മുകൾ ഭാഗത്തെ പ്രകാശം. فلولا أن الله قدره له لعلم أن يذهب ببصره. അല്ലാഹു തആലയുടെ തഖ്ദീർ ഇല്ലായിരുന്നെങ്കിൽ ഒറ്റ നോട്ടത്തിൽ കണ്ണു, അവന്റെ കണ്ണിന് കേടുവരാൻ പാടില്ല, അവന്റെ ചെവിക്ക് കേടുവരാൻ പാടില്ല, അല്ലാഹുവിന്റെ തഖ്ദീറാണ്. ഇല്ലെങ്കിൽ ആ ഒരൊറ്റ നോട്ടം കൊണ്ട് കണ്ണാണ് പോകും. യകാദുൽ ബർഖു യഖ്തഫ് അബ്സാറഹും. അങ്ങനെയല്ലേ ഖുർആനിൽ? ഇടിമിന്നിലേക്ക് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണന് പോകും. യകാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ. ആദ്യം അൽ ബഖറ. ഇതെവിടെ? നൂർ. യകാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ യുഖല്ലിബുല്ലാഹു അൽ-ലൈല വൻ-നഹാർ. ലേ സൂറത്തുൻ നൂർ. ഇടിമിന്റെ പ്രത്യേകത എന്താ? ഇടിമിന് മനുഷ്യനെ അതിലേക്ക് നോക്കിയാൽ ചിലപ്പോൾ മനുഷ്യന്റെ കാഴ്ച തന്നെ നഷ്ടപ്പെട്ടു പോകും. മുകൾ ഭാഗത്തേക്ക് നോക്കി കൊട്ടാരത്തിന്റെ മുകളിലേക്കൊന്ന് നോക്കിയപ്പോൾ അത് ഇടിമിന് പോലെയുണ്ട്. അല്ലാഹു തആല തഖ്ദീറാക്കിയില്ലായിരുന്നുവെങ്കിൽ അവരൊറ്റ നോട്ടത്തിൽ ഇയാളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുമായിരുന്നു എന്ന്. പിന്നെ അയാളൊന്ന് തലതായിട്ടും അയാളുടെ ഇണകളിലേക്ക് നോക്കും. ഒരുക്കി വെച്ച കോപ്പകളിലേക്ക് നോക്കും. നിരയൊപ്പിച്ച് വെച്ച തലയണകളിലേക്ക് നോക്കും. മനോഹരമായ
വിശാലമായി വിരിച്ചിട്ടുള്ള പരവതാനിയിലേക്ക് നോക്കും. ആ നിഅമത്തിലേക്കെല്ലാം അയാൾ ഒന്ന് നോക്കും. ഒന്നാം ദിവസം അതേത് കാണല്ലേ. പിന്നെ ഒന്ന് ചാരിയിരിക്കും, പിന്നെ അവരൊന്ന് ഇരുന്ന് നോക്കും. എന്ത് പറയും? അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അറാഫ് എങ്ങനെയാണ് ആയത്ത്? എങ്ങനെ അറാഫ് ആയത്ത്? അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ. അല്ലാഹു തആല ഞങ്ങളെ എത്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഇവിടെ എത്തുമായിരുന്നില്ലല്ലോ. അൽഹംദുലില്ലാഹ്. നോക്കി അത്ഭുതപ്പെട്ട കൊട്ടാരം. മുകൾ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കണ്ണഞ്ചും, താഴ്ഭാഗത്തേക്ക് ഒരുക്കിയ സൗകര്യങ്ങൾ, ഇതൊക്കെ നോക്കുമ്പോൾ അയാൾ പിന്നെ എവിടെയെങ്കിലും ഒന്ന് വിശ്രമിച്ച് എന്ത് പറയും? അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് اللهم اجعلنا من هؤلاء القائلين المتكئين بجنتك في جنتك يا رب العالمين. نسألك الفردوس فإنه سر الجنة. نسألك الفردوس بمحض فضلك وجودك وكرمك يا أكرم الأكرمين. نرجو رحمتك ونخشى عذابك. الله നീ ഞങ്ങൾക്ക് തുറന്നേരണമേ റബ്ബേ, നീ ഞങ്ങൾക്ക് തുറന്നേരണമേ റബ്ബേ. ഞങ്ങൾ അതിന് അർഹരല്ലെങ്കിലും അഫ്വായ റബ്ബേ നീ മാപ്പ് ചെയ്തു. അല്ലാഹുമ്മ ഇന്നക അഫൂൻ. ചൊല്ലി അല്ലാഹുമ്മ ഇന്നക. ഇന്നത്തെ രാത്രി മനസ്സിലാക്കേണ്ടത് ഇന്ന് 25-ാം രാവ, ഒറ്റ രാവ. അതിന്റെ പുറമെ എന്നാ? അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്. എന്ത് പെരുപ്പിച്ചു കൊള്ളുക? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ. അവസാന സമയങ്ങളിൽ ഞങ്ങൾ എന്താണ് പെരുപ്പിക്കേണ്ടത് നബിയേ എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. റമളാനിന്റെ അവസാന ഭാഗത്ത് ഞങ്ങൾ എന്താണ് പെരുപ്പിക്കേണ്ടത് നബിയേ? അപ്പോൾ ഹബീബ് പറഞ്ഞു കൊടുത്തത് അല്ലാഹുമ്മ ഇന്നക അഫൂൻ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ. അതിനർത്ഥം അല്ലാഹ് നിന്റെ സ്വർഗം വാങ്ങാനൊന്നും ഞങ്ങൾക്ക് കഴിവില്ലെങ്കിലും നീ മാപ്പ് ചെയ്യുന്നവനല്ലേ, മാപ്പ് ചെയ്തിട്ട് നീ അത് ഞങ്ങൾക്ക് നൽകണമേ. അല്ലാഹു നമുക്ക് തരട്ടെ. മാപ്പ് അല്ലാതെ അല്ലാഹു മാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലാഹു അവിടെ നമ്മൾ എത്താൻ നമുക്ക് കഴിയൂല. അൽഹംദുലില്ലാഹ്. സ്വർഗത്തിലേറി ആദ്യം ആ ഒരു വിശ്രമത്തിന് ഇരുന്നാൽ ആദ്യം പറയാം അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അതാണ് ആദ്യം പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തായതിനർത്ഥം? അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ. ഇവിടേക്ക് ഞങ്ങളെ നയിച്ച ഞങ്ങളുടെ റബ്ബിനാണ് സർവ്വസ്തുതി. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അവൻ ഞങ്ങളെ നയിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഇവിടെ എത്തുമായിരുന്നില്ല. അല്ലാഹു തആല വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ വഅൻസിലൻ സകീനതൻ അലൈനാ വദബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ. ആരുടെ ബൈത്ത? മുത്തുനബിയും സ്വഹാബികളും ഏത് പ്രതിസന്ധിയിലും അവർ ചെല്ലുന്ന ബൈത്താണിത്. പുണ്യനബിയും സ്വഹാബികളും യുദ്ധക്കളത്തിൽ ചെല്ലുന്ന ബൈത്താണിത്. ചെല്ലിയല്ലേ മറക്കരുത്. വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ വഅൻസിലൻ സകീനതൻ അലൈനാ വതബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ. അല്ലാഹുവാണേ ലൗലല്ലാഹു മഹ്തദൈനാ. അല്ലാഹു ചെയ്തെന്നില്ലായിരുന്നുവെങ്കിൽ ഈ നന്മയിലെത്താൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. വലാ തസദ്ദഖ്നാ. ഞങ്ങൾ സദഖ കൊടുക്കൂല. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്നിട്ടില്ലെങ്കിൽ. വലാ സല്ലൈനാ. ഞങ്ങളോട് നിസ്കരിക്കുകയുമില്ല. വഅൻസിലൻ സകീനതൻ അലൈനാ. അല്ലാഹു ഞങ്ങളുടെ മേൽ ഞങ്ങൾ ശാന്തത ഇറക്കി തരണമേ. ദുനിയാവിൽ ശത്രുവിന്റെ മുന്നിലെത്തിയാൽ മുഅ്മിനീങ്ങൾ പാടുന്ന പാട്ടാണ്. ഇതിന് പുറമെ വസബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ. ശത്രുവിനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഞങ്ങളുടെ കാലുകളെ നീ ഉറപ്പിച്ചു നിർത്തണമേ. ചെല്ലുന്ന ബൈത്ത് ഒന്നുകൂടി ചൊല്ലി. വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ വഅൻസിലൻ സകീനതൻ അലൈനാ വദബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ. ഈ വിഷയത്തിന്റെ ആദ്യ ഭാഗം ആ കൊട്ടാരത്തിലാണ് ഇരുന്നാ പറയും. വല്ലാഹി അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ
അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. അതവിടെ വെച്ച് പറയാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്കുക. അപ്പോൾ ആ കൊട്ടാരത്തിൽ നീ കയറിയാൽ ഒരു വിളിച്ചു പറയും ഇനി ജീവിച്ചോളൂ, പിന്നെ ഒരു കാലത്തും നിങ്ങൾ മരിക്കുകയില്ല. ഇതെല്ലാം ആസ്വദിച്ചോളൂ, ഒരു കാലത്തും നിങ്ങൾക്കത് മുറിഞ്ഞു പോവുകയില്ല. ആരോഗ്യത്തിന്റെ ഖത്തറായിക്കോളും, ഒരു കാലത്തും നിങ്ങൾക്ക് രോഗം വരികയില്ല. ഈ കൊട്ടാരത്തിൽ കയറി നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ വിളിയാളം കേൾക്കും. എന്താ വിളിയാളം? ഇനി ജീവിച്ചോളൂ, ഇനി മരിക്കൂല, ഇനി ആസ്വദിച്ചോളൂ, നഷ്ടപ്പെടൂല, ഇനി ആരോഗ്യത്തോടെ വസിച്ചോളൂ, രോഗം വരൂല. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. മക്കളെ അല്ലാഹു ഉസ്താദിനൊക്കെ അല്ലാഹു തരട്ടെ. ഇവർക്കൊക്കെ ഇതൊക്കെ എല്ലാവരും വളരെ സേവനം ചെയ്തിട്ടാണ് ഇതൊക്കെ നടന്നു പോകുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇനി കാണാൻ പോകുന്ന 10,000 ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല അത് പറയാനും ഒന്നാം ദിവസം എത്താനും കൊണ്ട് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മൾ പാപികളാണെങ്കിലും അല്ലാഹുവോടെ നമ്മൾ എത്തിച്ചു തരട്ടെ. നമ്മൾ അല്ലാഹു സന്തോഷത്തിലാക്കി തരട്ടെ. നമ്മൾ ചെയ്ത തെറ്റുകൾ അല്ലാഹു തആല മാപ്പ് ചെയ്യുകയും ഇനി തെറ്റ് ചെയ്യാതെ നന്മയും സുഹൃതവും മാത്രം ചെയ്യുന്ന ഒരു ജീവിതം അല്ലാഹു നമുക്ക് തുറന്നു തരുകയും ചെയ്യട്ടെ. ആമീൻ റഹ്മത്തിക യാ റഹ്മാൻ റഹീം. മനസ്സിലായില്ലേ? ഇവര് മനോഹരമായ കൊട്ടാരക്കെട്ടിൽ കയറും. ഒന്ന് വിശ്രമിക്കാൻ ഇരിക്കുമ്പോഴത്തേന് വിളിയാളം വരും. എന്താ വിളിയാളം? കേട്ടോളൂ, വലിയ പനി. അപ്പോൾ ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയും സ്വർഗത്തിൽ, എന്താ തഹയൂൻ, ഇനിയാണ് ജീവിച്ചോളി, ഫലാത്തമൂത്തു, നിങ്ങൾ മരിക്കൂല, നിങ്ങൾ ആസ്വദിച്ചോളി, നിങ്ങൾക്ക് നഷ്ടപ്പെടൂല, നിങ്ങൾ ആരോഗ്യത്തോടെ കഴിഞ്ഞോളിയും, ഒരിക്കലും നിങ്ങൾക്ക് രോഗം വരില്ല, ഒരിക്കലും വരില്ല, ആസ്വദിച്ചോളി, ജീവിച്ചോളി. അതാണ് ജീവിതം. അപ്പൊ ഇതെന്തല്ല, ഇതല്ല. അതുകൊണ്ടാണല്ലോ നിൽക്കുമ്പോൾ മനുഷ്യൻ പറഞ്ഞു, പഠിച്ചോനെ എനിക്ക് ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യായിരുന്നല്ലോ. അപ്പൊ ദുനിയാവുള്ള ജീവിതമല്ല, കഷ്ടപ്പാട്. ഇതെന്ത് ജീവിതം? ജീവിതം അതല്ലേ? ഇതെന്ത് ജീവിതമാണ്? ഇത് ലാഭമല്ലല്ലോ, ഇത് ജീവിതമല്ലല്ലോ. കുട്ടികളെ കടല കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ബാപ്പ നമുക്ക് 100 രൂപ എന്നാൽ അത് ആസ്വദിക്കാനുള്ളതാ? അത് കച്ചവടം ചെയ്യാനും പണിയെടുക്കാനുള്ളതല്ലേ? അതിനൊരാൾ വെള്ളം കുടിച്ച് പാട് കുടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നല്ല ഉറപ്പല്ലേ? മനസ്സിലായില്ല? കടല കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്, കപ്പലണ്ടി കച്ചവടം ചെയ്യാൻ വേണ്ടി ബാപ്പ എന്ത് ചെയ്ത് 100 രൂപ അത് എന്നുള്ള അല്ല. എനിക്ക് പേടിയെ പോയാൽ, എനിക്ക് സ്കൂളിൽ പോയാൽ എനിക്ക് ചായ കുടിക്കാൻ പൈസ ഇല്ല. അപ്പൊ എന്തേ? അപ്പൊ 100 രൂപ കടല വാങ്ങി വറുത്ത് സ്കൂളിന്റെ മുറ്റത്ത് പിന്നെ ഇന്റർവെല്ലിന്റെ സമയത്ത് വിറ്റാ. അങ്ങനെയാണെങ്കിലോ ഇടക്കിടക്ക് ചായ കുടിക്കാം. ആ 100 രൂപ കൊണ്ട് അവൻ എന്ത് ചെയ്യരുത്? അത് ചായ കുടിക്കാനുള്ളതല്ല. എന്നതുപോലെ ഈ ജീവിതം എന്തിനാണത്? അധ്വാനിക്കാന്, ഇത് കളിക്കാനുള്ളതല്ല. അവിടെ എത്തിയാൽ, അവിടെ ആ സ്വർഗത്തിൽ കയറി കഴിഞ്ഞാൽ, അവിടെ മനോഹരമായ ആ പരവതാനികൾ ആസ്വദിച്ച്, ആ തലയണകളും പരവതാനികളും കൊട്ടാരക്കെട്ടുകളും അവന്റെ അണകളും സൗകര്യങ്ങളും ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുന്ന നേരത്ത് അപ്പോൾ ഫയുനാദി മുനാദിൻ, ഒരു വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും, ഇതാ തഹയൂൻ, ഇനി ജീവിച്ചോ, ഫലാത്തമൂത്തുൻ, ഇനി മരിക്കുകയില്ല, ഞങ്ങനെ കഴിഞ്ഞോടിക്കോളി, ഞങ്ങനെ ജീവിച്ചോളൂ. ഇതാണ് ജീവിതം. കഴിഞ്ഞ ജീവിതമല്ല, കഴിഞ്ഞ പരീക്ഷ. തോറ്റു ചൊല്ലരും അവരിത് ജീവിതം വിചാരിച്ചു. ഇത് ജീവിതമല്ല. اللهم لا عيش إلا عيش الآخرة فأكرم الأنصار والمهاجرة. ഈ ബൈത്ത് മുത്തനബി എപ്പോൾ ചൊല്ലിയതാ? ഖന്തക്കിന്റെ കിടങ്ങേറിയപ്പോ. മറക്കരുത്, എഴുതി വെക്കണം. ഞാൻ ഈ പറഞ്ഞ ഓക്കെ, ഒരു നോട്ട് ബുക്ക് നിങ്ങളെ കയ്യിൽ ഉണ്ടാവണം. ചില കാര്യങ്ങൾ നോട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? മുത്തനബി ഖന്തക്കിന്റെ കിടങ്ങേറിയപ്പോ പാടിയ പാട്ടാണ് എന്ത്? എന്ത്? اللهم لا عيش إلا عيش الآخرة. അല്ലാഹുവേ, ആഖിറത്തിന്റെ ജീവിതമല്ലാത്തത് ജീവിതമല്ല. അപ്പൊ ദുനിയാവോ? അത് ജീവിതമല്ല, ജീവിതമല്ല. എന്ത് ജീവിതമാണ്? മൂക്കിൽ ഇങ്ങനെ മൂക്കയറും കെട്ടി ജീവിക്കണേ എന്ത് ജീവിതമാണോ? ഡബിൾ മൂക്കയറല്ല ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റൂല. കൊറോണ, അത് ഇത് ഇല്ലേ? ആരും പറഞ്ഞിട്ട് കാര്യമില്ല. കൊറോണ ആക്രമിക്കാനായിട്ട് നടക്കണം. നല്ല മനുഷ്യന്മാരെ ആക്രമിക്കാനാണ് നടക്കുന്നത്. പള്ളി, മദ്രസ, ഇതൊക്കെയാണ് കൊറോണ. ചിന്തിക്ക്. മനസ്സിലായില്ലേ? രണ്ടാം ഘട്ടമാണ് ഇപ്പോ. ഇനി 3ാം ഘട്ടം വരുമ്പോൾ ഉണ്ട് എന്നാണ്. ഇന്നലെ ഒരാൾ സോഷ്യൽ മീഡിയ ചോദിച്ചിട്ടുണ്ട്, എത്ര ഘട്ടം എന്ന്
നമ്മൾ ആലോചിക്കണം. മൂന്നാം ഘട്ടം വരുന്നുണ്ട്. മനസ്സിലായില്ല അവർ? ഇനിയപ്പോൾ ത്രിബിൾ മാസ്ക് വരും. രണ്ടാം ഘട്ടത്തിന് 2 മാസ്ക്, മൂന്നാം ഘട്ടത്തിന് 3 മാസ്ക്. ഇത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ. ആയിക്കോട്ടെ. 9 മുതൽ 16 വരെ. ചുരുക്കത്തിൽ നിങ്ങൾ ചിന്തിക്കണം, എന്ത് ജീവിതമാണ്? എന്താ മഴ കൊണ്ടാ ജലദോഷം പിടിക്കുന്ന, മഴയില്ലെങ്കിൽ സസ്യം മുളക്കാത്ത, ഭക്ഷണം കഴിച്ചാൽ വയറുവേദനയാവുന്ന, ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ കുടലെരിയുന്ന, മനസ്സിലായില്ലേ? കുളിച്ചാൽ ചവിട്ടിൽ വെള്ളം കയറുന്ന, കുളിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ മണപ്പിച്ച് നടക്കുന്ന, തിന്നാൽ കക്കൂസ് പോകുന്ന ജീവിതം. തിന്ന കക്കൂസ് കൊണ്ടു. മനസ്സിലായില്ലേ? ഇതെന്ത് ജീവിതം? അപ്പോൾ തഹയൂൻ, ഇനി ജീവിക്കുക, ഫലാതമൂതൂൻ, ഇനി നിങ്ങൾ മരിക്കുകയില്ല. ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയും, തന്റെ കൊട്ടാരത്തിലിരുന്ന് അവൻ അങ്ങനെ 1-ാം ദിവസം തന്നെ കേൾക്കും. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തുറന്നു തരട്ടെ. أخبرنا سليمان بن المغيرة عن حميد بن هلال قال ذكر لنا أن الرجل إذا دخل الجنة صبر സൂറത്ത് അഹ്ലിൽ ജന്ന. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കയറി കഴിഞ്ഞാൽ അവന്റെ രൂപം പൂർണ്ണമായി മാറ്റുന്നതാണ്. കോലാണ് മാറ്റും. മനസ്സിലായില്ലേ? ഒരു മറ്റേ പല്ലുമ കൂടെ അങ്ങനെ പല്ല് കയറി മുച്ചിരി നീണ്ട് തോളൊക്കെ ഒടിഞ്ഞു തൂങ്ങി ഈ കോലത്തിലാണ് ദുനിയാവിൽ ജീവിച്ചിരുന്നത്. എല്ലാവരും മാറ്റും, അടിമുടി സ്വർഗത്തിൽ കയറിനോട് കൂടെ കൊല മാറ്റും. സൂറത്ത് അഹ്ലിൽ ജന്ന. സ്വർഗക്കാരന്റെ രൂപം ഉണ്ടാക്കിയവനെ ഉയർത്തിൽ, നീളത്തിൽ, അകലത്തിൽ, വീതിയിൽ, കരുത്തിൽ, ഭംഗിയിൽ ഏട്ടിമുട്ടിയാണ് അങ്ങോട്ട് മാറ്റും, അവനോട് മാറ്റും. എന്നിട്ടോ എന്നിട്ട് അവന് ധരിപ്പിക്കപ്പെടും ലിബാസം, സ്വർഗക്കാരുടെ വസ്ത്രങ്ങളെ, സ്വർഗക്കാരുടെ ആഭരണങ്ങൾ അണിയിക്കപ്പെടും. അവന് കാണിക്കപ്പെടും അസ്വാജും, അവന്റെ തോഴികളെയും ഇണകളെയും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, അവന്റെ സർവന്റികളെയും. മനസ്സിലായില്ലേ? ഒക്കെ മാറും. കുഞ്ഞാമതാക്കയും ഭാര്യ ആമിൻ താത്തയും രണ്ടാം സ്വർഗത്തിൽ സങ്കല്പിക്കുക. മനസ്സിലായോ? അങ്ങനെ രണ്ടാം സ്വർഗത്തിലെത്തി മരിക്കണ കാലത്ത് ആമിൻ താത്താക്ക് ആകെ ഒരു പല്ലുള്ളത്, വിഷപ്പല്ല് പോലെ. കുഞ്ഞാമക്ക് മുമ്പേ മൂക്ക് ക്ലിയർ ഇല്ല, മൂക്കും ചുണ്ടും തൊള്ളയൊക്കെ ഒരു കൊലത്തിൽ മുക്സെറിയ. ഏത് പ്ലാസ്റ്റിക് സർജറിയുടെ ആശുപത്രി കൊണ്ടുപോയി കിട്ടും, ഇത് ലെവലാവൂല എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു പറഞ്ഞേക്കും ചെയ്തതാണ്. അങ്ങനെയാണ് ജീവിച്ചു പോയി. സ്വർഗത്തിൽ കയറിയാലോ? സ്വർഗത്തിൽ കയറിയാൽ ആദ്യത്തിൽ അങ്ങോട്ട് മാറും. ആമിൻ താത്താനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അല്ലാ ആമിന നിങ്ങളെ കൊലപ്പണ്ട, നിന്റെ പുതിയാപ്പളനെ അല്ലേ ഞാൻ നോക്കിപ്പോയി. കോലം മാറും. അവനെ രൂപപ്പെടുത്തപ്പെടും. സൂറത്ത് അഹ്ലിൽ ജന്ന. സ്വർഗക്കാരെ കോലാക്കി മാറ്റും. നീളം, അകലം, വീതി. മനസ്സിലായില്ലേ? എന്നിട്ട് സ്വർഗക്കാരെ വസ്ത്രം മര്യാദക്ക് കുപ്പായിടാതെയായിരുന്നു കുഞ്ഞാമാക്ക് ജീവിച്ചിരുന്നത്. ആകെ ഒരു ഒറ്റ തുണിമലാണ് ജമാഅത്തിന് പോവുക, കുപ്പായിടില്ല. അങ്ങനെയായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത്. കുപ്പായം വേറല്ല, ഉടുതുണിക്ക് മറുതുണില്ല. മുടിയുടെ കാര്യം പറയണ്ട. ആമിൻ താത്തയെ കെട്ടിയ കാലത്ത് കുറച്ച് മുടി ഉണ്ടായിരുന്നു, പിന്നെ ഒക്കെ അങ്ങോട്ട് പോയി. മുടിയൊക്കെ പോയി, പറ്റോ കഷ്ടിയായി, ഒന്നുമില്ല. പല്ലില്ല, മുടിയില്ല, മീശ തീരല്ല. ഇങ്ങനെയൊക്കെ കോലത്തിലെ നാട്ടി മുട്ടി അങ്ങോട്ട് മാറ്റും. അയാളെ കോലം തന്നെ മാറ്റും. സൂറത്ത് അഹ്ലിൽ ജന്ന.
അപ്പോൾ അയാളെ പിടികൂടും. ഒരു പ്രത്യേകമായ സന്തോഷത്തിന്റെ ഉന്മാദം അയാളെ പിടികൂടുന്നതാണ്. ഒരു ഉന്മാദ ലഹരി, ഒരു പ്രത്യേക കോലം തന്നെ മാറിയപ്പോ അയാൾക്ക് ഒരു പ്രത്യേക ഉന്മാദം വന്നു ചേർന്നു. മരിക്കാൻ പറ്റുമെങ്കിൽ അയാൾ ആ ഉന്മാദത്തിൽ കൊട്ടിപ്പറഞ്ഞ് മരിക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? ആജാതി മാറ്റല്, പാറ്റൺ മാറിയ ആള് പൂർണ്ണമായി മാറി, വല്ലാത്തൊരു കോലം. അയാളെ പിടികൂടുന്നതാണ് ഒരു പ്രത്യേകമായ ഒരു സന്തോഷത്തിന്റെ ഉന്മാദം. അയാൾക്ക് മരണം ഉണ്ടായിരുന്നെങ്കിൽ അന്നേ മരിക്കും ഈ സന്തോഷത്തിന്റെ ഉന്മാദം കൊണ്ട്. അപ്പോൾ അയാളോട് പറയപ്പെടും, കണ്ടില്ലേ ഫറഹതക, നിന്റെ സന്തോഷത്തെ, ഹദിഹി, ഇപ്പോൾ നിനക്കുണ്ടായ ഈ സന്തോഷം കണ്ടില്ലേ, ഫഇന്നഹാ ഖായിമത്തുൻ ലക, ഇതെന്നും ഉണ്ടാവും. മൃതമാരിയല്ല, സ്വർഗത്തെ പോലെയല്ല, സ്വർഗത്തെ പോലെയല്ല, ദുനിയാവിനെ പോലെയല്ല സ്വർഗം. സ്വർഗത്തിൽ രണ്ടാളും ഭാര്യയും ഭർത്താവും സന്തോഷായി. ചോറൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ചോറിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഭർത്താവും സഹായിച്ചു. ചോറൊക്കെ ഉണ്ടാക്കി കഴിച്ചപ്പോഴത്തേനും മൂപ്പരെ കോലം മാറി. വർത്താനം പറഞ്ഞ് തമാശ പറഞ്ഞ് പുറത്തൊരു അടി അടിച്ച് അങ്ങനെയൊക്കെയാണ്. ഉള്ളി മുറിച്ച് കൊടുത്ത് അങ്ങനെ ഭാര്യ ഭർത്താവിന് കറി ഉണ്ടാക്കാൻ അടുത്തൊന്ന് കൂടി കൊടുത്തു. ഉള്ളി മുറിച്ച് പുറത്ത് രണ്ടടി കൊടുത്ത് തമാശ പറഞ്ഞ് തലയെക്കെട്ടൊക്കെ കെട്ടി ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ ഇരിക്കുന്ന നേരത്താണ് മൂപ്പരിക്ക് പെട്ടെന്ന് അടുത്ത ആഴ്ച കൊടുക്കേണ്ട 2 ലക്ഷം റുപ്യേൻ്റെ കാര്യം ഓർമ്മ വന്നു. പിന്നെ ഓർമ്മല്ല. പിന്നെ ആൾ ചുറ്റപ്പെട്ടു പോയി, കുറേ നേരം മിണ്ടാതിരുന്ന്, പിന്നെ കുറേ അടുത്ത് പോയിരുന്ന്, പിന്നെ ചോറ് കഴിക്കാൻ വിളിച്ചിട്ട് മര്യാദയ്ക്ക് വരുന്നില്ല. എന്തേ മനുഷ്യങ്ങൾക്ക് പറ്റി, ഞങ്ങളെല്ലാം ചെയ്ത. മനസ്സിലായോ? പറഞ്ഞു ഈ പ്രശ്നം അവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ നിനക്ക് ഉണ്ടായ ഒരു ആനന്ദലബ്ധിയില്ലേ, ഇത് നിനക്ക് എന്നും നിലനിൽക്കുന്നതാണ്. ഒരു കാലത്തും ഈ ആനന്ദം നഷ്ടപ്പെടില്ല. എന്നും ആനന്ദായി എന്ന് ഇന്നൽ അബ്ദ എന്ന്. ഇനി വേറെ ഹദീസ് കേട്ടോളൂ, എന്ന് തീരൂല്ല. ഒരു സ്വർഗത്തിലെ ആദ്യ ദിവസം 2 വിഷയം പറയേണ്ടില്ല, അത്രയും വിഷയമുണ്ട്. ഭയങ്കര ഇതിന്റെയൊക്കെ ചില വിഷയങ്ങൾ കേട്ട നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.